നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി ഉപരോധിച്ചു. ഉപരോധ സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സിഐയും പെരിങ്ങോം പോലീസും സിപിഎമ്മിന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നുവെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. മാധ്യമവാർത്ത തുണയായി. പുന്നച്ചേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ വെള്ളക്കെട്ടിന് പരിഹാരം. സ്കൂളിന് മുൻപിൽ ഓവുചാൽ നിർമ്മിക്കാൻ KSTB അധികൃതർ നടപടി തുടങ്ങി. ഏരിയം തെന്നം പെരുമ്പടവ് റോഡിൽ ദുരിതയാത്ര തുടരുന്നു. അറ്റകുറ്റപ്പണി നടത്താൻ ഫണ്ട് അനുവദിച്ചിട്ടും പ്രവൃത്തി തുടങ്ങാൻ വൈകിയതാണ് തിരിച്ചടിയായത്. അനധികൃത പാർക്കിംഗും ഗതാഗതക്കുരുക്കും കാരണം തർക്കവും സംഘർഷവും പതിവായിരിക്കുന്ന തൃക്കരിപ്പൂർ ടൗണിലെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ട്രാഫിക് പരിഷ്കരണം ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. സ്വർണ്ണവില 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതോടെ ജ്വല്ലറികളിൽ വൻ തിരക്ക്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി ഉപരോധിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രിയെ ഈ നിലയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഇടപെടണം. അല്ലാതെ പയ്യന്നൂരിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നാഴികയ്ക്ക് 40 വട്ടം പ്രസ്താവന ഇറക്കാനുള്ള ഒന്നല്ല ഈ ആശുപത്രിയുടെ പ്രശ്നം. നിങ്ങളുടെ അവിടുത്തെ പത്രാഫീസുകളിൽ പ്രസ്താവന എഴുതി കൊടുക്കുന്നതിന് പകരം ഒന്ന് വിളിക്കണം, ഒന്ന് ഇടപെടണം. നിങ്ങളുടെ മന്ത്രിയാണ് ഭരിക്കുന്നത്. എന്തേ അതിനൊരു ശ്രമമില്ലാത്തത്? ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുമില്ല. ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർമാരില്ലാതായിട്ട് മാസങ്ങളായി. പ്രസവ വാർഡ് അടച്ചിട്ടിരിക്കുകയാണ്. നഗരസഭാ അധികൃതരുമായുള്ള ചർച്ചയിൽ ഗൈനക്കോളജി ഡോക്ടറെ നിയമിക്കുമെന്ന് DMO ഉറപ്പു നൽകിയെങ്കിലും ഡോക്ടർമാർ എത്തിയില്ല. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് AV രഞ്ജിത്ത് ധർണയിൽ അധ്യക്ഷനായി. VE രാഗേഷ്, K വിജേഷ് എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ സിഐയും പെരിങ്ങോം പോലീസും സിപിഎമ്മിന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നുവെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. സിപിഎമ്മുകാരുടെ അക്രമത്തിൽ പരിക്കേറ്റ് പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവമോർച്ച മണ്ഡലം സെക്രട്ടറി പ്രസന്നനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായിട്ടുള്ള പ്രസന്നനെ അകാരണമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ സംഘം അദ്ദേഹത്തിൻ്റെ കാല് തകർത്ത് തരിപ്പണമാക്കി. ഒരു 2 വർഷക്കാലത്തോളം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരമായ അക്രമമാണ്. പയ്യന്നൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ BJP പ്രവർത്തകർക്ക് നേരെ CPM ഗുണ്ടാ ആക്രമണം നടത്തുകയാണെന്നും CPMൽ നിന്ന് BJPയിലേക്കുള്ള അണികളുടെ കുത്തൊഴുക്കിൽ ഭയം പൂണ്ടാണ് അക്രമം നടത്തുന്നതെന്നും കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. BJP പ്രവർത്തകർക്ക് നേരെ നിരവധി അക്രമങ്ങൾ ഉണ്ടായിട്ടും ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ അവസ്ഥ തുടർന്നു പോയാൽ BJPക്ക് തിരിച്ചടിക്കേണ്ടി വരുമെന്നും അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പയ്യന്നൂർ പെരിങ്ങോം പോലീസിനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി MK മുരളി എന്നിവർ കൃഷ്ണദാസിനൊപ്പമുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാന നേതാവും കരിവള്ളൂർ സമരനായകനുമായിരുന്ന P കുഞ്ഞിരാമന്റെ 34ാം ചരമവാർഷികം ആചരിച്ചു. ഓണക്കുന്നിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും കരിവള്ളൂർ സമരനായകനുമായിരുന്ന P കുഞ്ഞിരാമന്റെ 34ാം ചരമവാർഷികം ആചരിച്ചു. ബുധനാഴ്ച ഓണക്കുന്നിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. EP കരുണാകരൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് പി സന്തോഷ്, GD നായർ, K രാഘവൻ, EP തമ്പാൻ, K നാരായണൻ എന്നിവർ സംസാരിച്ചു. P കുഞ്ഞികൃഷ്ണൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. മാധ്യമവാർത്ത തുണയായി.
പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂളിലെ വെള്ളക്കെട്ടിന് പരിഹാരം. സ്കൂളിന് മുൻപിൽ ഓവുചാൽ നിർമ്മിക്കാൻ KSTP അധികൃതർ നടപടി തുടങ്ങി. 100ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പുന്നച്ചേരി സെന്റ് മേരീസ് LP സ്കൂളിന് മുന്നിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന വാർത്ത ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്കൂളിന് മുന്നിലെ റോഡ് ഉയർത്തിയതോടെ സ്കൂളിന് മുന്നിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നു. സ്കൂളിൽ വെള്ളം കയറിയതിനാൽ പഠിപ്പ് മുടങ്ങുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. റോഡ് നിർമ്മാണം നടക്കുമ്പോൾ സ്കൂളിന്റെ മതിലും തകർന്നു വീണിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് KSTP അധികൃതർ സ്കൂൾ അധികൃതരുമായി ചർച്ച നടത്തി. സ്കൂളിൽ നിന്നും 200 മീറ്ററോളം നീളത്തിൽ ഓവുചാൽ നിർമ്മിക്കാനും തകർന്ന മതിൽ പുതുക്കിപ്പണിയാനും ധാരണയായി. കഴിഞ്ഞ ദിവസം മുതൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. ഓവുചാൽ നിർമ്മാണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഏര്യം തെന്നം പെരുമ്പടവ് റോഡിൽ ദുരിതയാത്ര തുടരുന്നു. അറ്റകുറ്റപ്പണി നടത്താൻ ഫണ്ട് അനുവദിച്ചിട്ടും പ്രവൃത്തി തുടങ്ങാൻ വൈകിയതാണ് തിരിച്ചടിയായത്. യാത്ര ദുഷ്കരമായതോടെ റോഡിൽ കൂടി ബസ്സുകൾ ഓട്ടം നിർത്തിയതും യാത്രക്കാർക്ക് ഇരട്ടപ്രഹരമായിരിക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായ റോഡുകളെ പറ്റിയുള്ള വാർത്തകൾ മഴക്കാലത്ത് പതിവാണ്. റോഡിന്റെ പേരും നാടും മാറുന്നതൊഴിച്ചാൽ ദൃശ്യം പോലും ഒന്നു തന്നെയെന്ന് പ്രേക്ഷകർക്ക് തോന്നിപ്പോയേക്കാം. എന്നാൽ ഇത്തരം വാർത്തകൾ കണ്ടില്ലെന്ന് നടിക്കാനും നമുക്കാവില്ല. കേരളത്തിൽ പ്രകടമായ ഒരു പ്രശ്നം എന്നതിനു പകരം അടിക്കടി പ്രകടമാകുന്ന ഒരു പ്രതിഭാസം എന്ന് മാറ്റി പറയേണ്ടി വരും റോഡുകൾ പൊട്ടിപ്പൊളിയുന്നതിനെക്കുറിച്ച്. അത്ര കണ്ട് പതിവായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ തകർച്ച. ഫണ്ട് ചെലവഴിക്കാൻ മാത്രം അധികൃതർ കാട്ടിക്കൂട്ടുന്ന ഒരു നാടകമായി മാറിയിരിക്കുന്നു റോഡിന്റെ അറ്റകുറ്റപ്പണിയും. കാരണം അറ്റകുറ്റപ്പണിയെക്കുറിച്ച് അധികൃതർ ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ മെയ് ആദ്യവാരമാകും. അതിന് തീരുമാനമായി പ്രവൃത്തി ആരംഭിക്കുമ്പോഴേക്കും മഴക്കാലവും തുടങ്ങും. പിന്നെ ആ പേരും പറഞ്ഞ് പ്രവൃത്തി നടത്തേണ്ടതുമില്ലല്ലോ. ഏര്യം തെന്നം പെരുമ്പടവ് റോഡിന്റെ സ്ഥിതിയും മറ്റൊന്നല്ല. ഈ ഭാഗത്തൊന്നും ഇന്ന് റോഡില്ല. അറ്റകുറ്റപ്പണിയുടെ പേരിൽ 1 മാസത്തോളം റോഡ് അടച്ചിട്ടതുമൂലം ജനങ്ങൾ ദുരിതത്തിലുമായിരുന്നു. എന്നാൽ അപ്പോഴും പണി തുടങ്ങിയിട്ടില്ല. റോഡിനോട് ചേർന്നുള്ള കൾവേട്ട് നിർമ്മാണം മാത്രമാണ് ഈ കാലയളവിൽ നടന്നത്. അറ്റകുറ്റപ്പണി തുടങ്ങിയപ്പോഴേക്കും മഴയും വന്നു. ഇപ്പോൾ കുറ്റം മുഴുവനും മഴയ്ക്ക്. അതുകൊണ്ടാവണം മഴ പോലും ഒളിച്ചുകളി നടത്തുന്നത്. MLA ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും മഴ കാരണം ഇപ്പോൾ പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ്. പ്രദേശത്ത് റോഡ് ഇല്ലാതായതോടെ ബസ്സുകൾ സർവീസുകളും ഭാഗികമാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ദുരിതമനുഭവിക്കാൻ ജനങ്ങളുടെ ജന്മം പിന്നെയും ബാക്കി. മുറവിളി കൂട്ടി പ്രതീക്ഷയറ്റ ജനങ്ങളുടെ പ്രതികരണം അവരിൽ നിന്നു തന്നെ കേൾക്കുക. റോഡ് രണ്ടാം വെച്ചാൽ നാട്ടുകാർ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? അവരോട് വിളിക്കുമ്പോൾ നാളെ പറയും മഴക്കാലല്ലേ ഇപ്പോൾ റോഡ് ചെയ്യാൻ കഴിയില്ല. ലാസ്റ്റ് മെമ്പർ ഇടപെട്ട് മെമ്പറെ പോയി കണ്ട് മെമ്പറോട് വിളിച്ചു പറഞ്ഞിട്ട് മെമ്പർ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാൽ പിന്നെയാണ് കലിങ്ങിൻ്റെ മുകളിൽ കൂടെ കുറച്ച് JCB കൊണ്ടുള്ള മണ്ണെല്ലാം ചളിയും മണ്ണും കൊത്തിയിട്ടിട്ടാണ് ലാസ്റ്റ് അതാക്കി. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി പോകുമ്പോൾ അവിടെ ഫുൾ താഴാൻ തുടങ്ങി. താന്ന് വമ്പൻ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. ജനങ്ങൾക്കോ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞങ്ങൾ ഉപയോഗിക്കാമെന്ന രീതിയിൽ റോഡിലെ ചെളിവെള്ളത്തിലാണ് പ്രദേശത്തെ താറാക്കൂട്ടങ്ങൾ ഇപ്പോൾ കളിച്ചു നടക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്കും കാരണം തർക്കവും സംഘർഷവും പതിവായിരിക്കുന്ന തൃക്കരിപ്പൂർ ടൗണിലെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ഓഗസ്റ്റ് 1 മുതൽ ഗതാഗത പരിഷ്കാരം നിലവിൽ വരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ആഗസ്റ്റ് 1 മുതൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാകുന്നതോടെ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പൂർണ്ണമായും കയറ്റിയിടാനും പാർക്കിംഗ് സൗകര്യമൊരുക്കുവാനും സ്റ്റാൻഡിൽ കയ്യേറി പാർക്ക് ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങൾ നീക്കം ചെയ്യാനും തീരുമാനമായി. ബസ് സ്റ്റാൻഡിന്റെ ഇരുവശത്തുമായുള്ള പഞ്ചായത്ത് ഓഫീസിനും സബ് രജിസ്ട്രാർ ഓഫീസിനും മുന്നിലൂടെ കടന്നുപോകുന്ന റോഡുകൾ വൺ വേ സംവിധാനമാക്കും. നടക്കാവ് ഭാഗത്തു നിന്നും വടക്കേക്കോവിൽ വഴി വരുന്ന വാഹനങ്ങൾ വില്ലേജ് ഓഫീസ് വഴി തിരിച്ചുവിടും. വില്ലേജ് ഓഫീസ് പരിസരം മുതൽ ബസ് സ്റ്റാൻഡ് വരെ റോഡരികിലും റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മിനി സ്റ്റേഡിയം പരിസരത്തും സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാം. ഗതാഗതക്കുരുക്ക് പ്രതിസന്ധിയുണ്ടാക്കുന്ന മത്സ്യ മാർക്കറ്റ് കവാടത്തിൽ ഓട്ടോറിക്ഷകൾ കയറ്റിയിടാൻ സൗകര്യമൊരുക്കും. മാർക്കറ്റിന്റെ കിഴക്കുഭാഗത്തുള്ള പഞ്ചായത്ത് അധീനതയിലുള്ള പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി മാർക്കറ്റിലേക്കുള്ള യാത്രാ സൗകര്യവും ഒരുക്കും. KMK കലാസമിതി പരിസരത്തെ റിക്ഷാ പാർക്കിംഗ് ഒഴിവാക്കും. നെഹ്റു സ്തൂപം മുതൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേറ്റ് വരെ ഇരുചക്ര വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമൊരുക്കും. മറ്റിടങ്ങളിലെ പാർക്കിംഗ് പഴയപടി തുടരുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KS അജിത്ത്, ചന്ദേര SI TP ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV പത്മജ, സ്ഥിരം സമിതി ചെയർമാൻമാരായ VK ബാവ, MTP കരീം, T അജിത, സെക്രട്ടറി K രമേശൻ തുടങ്ങിയവരടങ്ങിയ ട്രാഫിക് ഉപദേശക സമിതി തീരുമാനം നടപ്പിൽ വരുന്നതോടെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്വർണ്ണവില 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതോടെ ജ്വല്ലറികളിൽ തിരക്കേറി. ഗ്രാമിന് 2585 രൂപയാണ് ഇപ്പോഴത്തെ വില. ആഭരണ പ്രേമികൾക്ക് ആശ്വാസമാവുകയാണ് ഈ വിലയിടിവ്. സ്വർണ്ണവില ഇടിഞ്ഞ് പവന് 19,080 രൂപയായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്വർണത്തിന് രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണിത്. 24,000 മുകളിൽ നിന്ന് 2013 ജൂൺ 28
19,200 രൂപയിലേക്ക് കൂപ്പുകുത്തിയ പവൻ വിലയാണ് ഇപ്പോൾ വീണ്ടും ഇടിഞ്ഞ് 19,080 രൂപയിലെത്തി നിൽക്കുന്നത്. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇനിയും ഇടിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ വില കുറഞ്ഞു എന്നുള്ളത് രണ്ടാഴ്ചത്തെ ഒരു പ്രതിഭാസമാണ്. അതെല്ലാം വീണ്ടും തിരിച്ചു വന്ന് വില കൂടാനുള്ള സാഹചര്യമാണ് ഇന്നു മുതൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഡോളർ ശക്തമായതിനു പുറമെ തങ്ങളുടെ കരുതൽ സ്വർണ്ണശേഖരം ഗണ്യമായി വർദ്ധിച്ചുവെന്ന് 5 വർഷത്തിന് ശേഷം ചൈന ആദ്യമായി വെളിപ്പെടുത്തിയതും ഏഷ്യൻ വിപണിയിൽ സ്വർണ്ണ വിലയിടിവിന് കാരണമായതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും വില കുറഞ്ഞതോടെ ജ്വല്ലറികളിൽ സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ് ഉപഭോക്താക്കൾ. ഹക്കീം വധം സംയുക്ത സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹം 71 ദിവസത്തിലേക്ക്. സംയുക്ത സമരസമിതി അംഗം ടി വിശ്വനാഥന്റെ നിരാഹാരം 9 ദിവസത്തിലേക്ക് കടന്നു. ഹക്കീമിന്റെ കൊലയാളികളെ പിടികൂടുക എന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംയുക്ത സമരസമിതിയുടെ നിരാഹാര സത്യാഗ്രഹ സമരപ്പന്തലിലേക്ക് കോരിച്ചൊരിയുന്ന മഴയത്തും സമരത്തെ അഭിവാദ്യം ചെയ്യാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന എത്തിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ സമരമാക്കി ഹക്കീം സമരം മാറിയിട്ടും കണ്ണു തുറക്കാത്ത ഭരണാധികാരികളോടുള്ള പ്രതിഷേധ സൂചകമായി ജൂലൈ 30 നടക്കുന്ന പയ്യന്നൂർ ഹർത്താൽ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് സമരസമിതി. പയ്യന്നൂരിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ചേർന്ന അടിയന്തര യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ യോഗത്തിൽ അധ്യക്ഷനായി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആണ്ടാങ്കോവിലിൽ ശുചിത്വ പരിശോധന നടത്തി. മഴക്കാല ശുചീകരണ ബോധവൽക്കരണ ഭാഗമായാണ് പരിശോധന നടത്തിയത്. പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നേതൃത്വം നൽകി. മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി വ്യാപാരികളടക്കമുള്ള പൊതുജനങ്ങളിൽ ബോധവൽക്കരണവും പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപവും തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും ആണ്ടാങ്കോവിലിൽ പരിശോധന നടത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിൽ മലിനീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങളും അധികൃതർ നൽകി. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കച്ചവടക്കാരുടെ ലൈസൻസ് റദ്ദാക്കാനും തീരുമാനമായി. ഒപ്പം മത്സ്യമാർക്കറ്റ് ഒഴികെയുള്ള സ്ഥലങ്ങളിലെ അനധികൃത മത്സ്യവിൽപ്പന നിർത്താനും സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി മോഹനൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ KV ഗിരീഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ശശി, മെമ്പർമാരായ EV നാരായണൻ, സത്യൻ K എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. എന്നാൽ നിർദ്ദേശങ്ങൾ നൽകി അധികൃതർ കടമ നിറവേറ്റിയെങ്കിലും നിരവധി പോരായ്മകളും വീഴ്ചകളുമാണ് പ്രദേശത്തുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ പ്രധാന കാര്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ആണ്ടാങ്കോവൽ. വ്യാപാരികൾക്കോ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കോ പ്രദേശത്തെത്തുന്നവർക്ക് ആവശ്യമായ മൂത്രപ്പുരയോ മറ്റു സൗകര്യങ്ങളോ പ്രദേശത്തില്ല. മാലിന്യ നിക്ഷേപത്തിനോ ശരിയായ രീതിയിൽ സംസ്കരണം നടത്തുവാനോ ഉള്ള സാഹചര്യവും പ്രദേശത്തില്ലെന്നും വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മത്സ്യമാർക്കറ്റ് സ്ഥാപിച്ചുവെങ്കിലും ജംഗ്ഷനിൽ നിന്ന് മാറി ഉൾപ്രദേശത്താണെന്നതും മത്സ്യവിൽപ്പനക്കാർക്ക് ആവശ്യമായ കുടിവെള്ളം തുടങ്ങിയ ഒരടിസ്ഥാന സൗകര്യവും പ്രദേശത്തില്ലെന്നതും വിൽപ്പനക്കാർ പരാതിപ്പെടുന്നു. ഇതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് ആളുകൾ എത്തുന്നില്ല. അത് വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. അതിനാലാണ് മറ്റ് സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ ഇവർ നിർബന്ധിതരാകുന്നതും. ഒപ്പം തന്നെ ജംഗ്ഷനിൽ അപകട ഭീഷണിയുയർത്തുന്ന മരങ്ങൾ അധികൃതരുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജൂലൈ 23 BMS സ്ഥാപക ദിനം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ മസ്ദൂർ സംഘം രൂപീകരിച്ചിട്ട് 60 വർഷം പിന്നിടുകയാണ്. സംഘടനയുടെ 60ാം സ്ഥാപക ദിനം പയ്യന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. രാഷ്ട്രീയപരമായ നമ്മൾ എതിരാളികൾ പോലും അവരുള്ളിൽ സംബന്ധിക്കുന്ന കാര്യമാണ്. പുറമെ അവരെന്ന് പറയാൻ ഒരുപക്ഷെ അവർക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാവും, അവരുടെ പ്രസ്ഥാനത്തിന്റെ വിലക്കുകളുണ്ടാകാം. പിന്നെ അങ്ങനെ മറ്റൊരു സംഘടനയെ വിളിച്ചു പറഞ്ഞത് തങ്ങൾക്ക് ഗുണകരമല്ല എന്നുള്ളതുണ്ടാകാം. അതുകൊണ്ട് അവര് പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ടല്ല, പക്ഷെ പരോക്ഷമായി. പെരുമ്പ VSS ഹാളിൽ നടന്ന ചടങ്ങിൽ BMS മേഖലാ പ്രസിഡന്റ് V. മണിരാജ് അധ്യക്ഷനായി. BMS സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിന്റെ ഭാഗമായി മുതിർന്ന BMS പ്രവർത്തകരെ ആദരിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് ജില്ലാ കാര്യവാഹക് P. രാജേഷ് കുമാർ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. BMS മേഖലാ സെക്രട്ടറി P. ബാലകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ MV അജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. പഴയങ്ങാടി GMUP സ്കൂളിന് സമീപം റോഡിൽ സ്ലാബ് തകർന്ന് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. സ്ലാബ് തകർന്ന് മാസങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്താത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. പഴയങ്ങാടി, പുതിയങ്ങാടി, മാട്ടൂൽ റൂട്ടിൽ ബസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ട്. ഇവിടെ സ്ലാബ് തകർന്നിട്ട് മാസങ്ങളായി. ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് അധികൃതർ. സ്ലാബിന്റെ തകർച്ച മൂലം ദിവസേന നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിനും ഇത് കാരണമാകുന്നു.
പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ പോകേണ്ട യാത്രക്കാർ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ദുരിതമനുഭവിക്കുകയാണ്. കാൽനട യാത്രക്കാരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. തകർന്ന സ്ലാബ് റോഡരികിൽ നിന്നും മാറ്റാത്തതാണ് കാൽനട യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നത്. സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ജനപ്രതിനിധികൾ തയ്യാറായിരുന്നു. തകർന്ന സ്ലാബ് പുതുക്കിപ്പണിയാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവള്ളൂർ പാട്ടിയമ്മ AEP സ്കൂളിൽ പയ്യന്നൂർ സബ് ജില്ലാ സയൻസ് ക്ലബ്ബ് പ്രവർത്തനോദ്ഘാടനവും LSS USS വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. ഉദ്ഘാടനവും വിഷയാവതരണവും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ദേശീയ നിർവാഹക സമിതി അംഗം T ഗംഗാധരൻ നിർവഹിച്ചു. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലാ സയൻസ് ക്ലബ്ബ് നടത്തുന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം കരിവള്ളൂർ പാട്ടിയമ്മ AEP സ്കൂളിൽ നടന്നു. പരിപാടിയോടനുബന്ധിച്ച് 2014-15 വർഷത്തെ LSS വിജയി PV രോഹിതിനെയും USS വിജയി K വിശാലിനെയും ചടങ്ങിൽ അനുമോദിച്ചു. കരിവള്ളൂർ പെർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. LSS USS വിജയികൾക്കുള്ള അനുമോദനം പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VM രാജീവൻ നിർവഹിച്ചു. M രാമകൃഷ്ണൻ, PV നാരായണി, V ഉഷ സന്തോഷ്, അശോകൻ DP, KP ഹരീന്ദ്രനാഥൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെയ്ത്തുതൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക, റിബേറ്റ് കുടിശ്ശിക കൊടുത്തു തീർക്കുക, പെൻഷൻ തുക 2000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെയ്ത്തുതൊഴിലാളി യൂണിയൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം M രാജഗോപാലൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് അഴിമതി നടത്തി ദൂർത്ത് നടത്തി സ്വജനപക്ഷപാതത്തിലൂടെ അധികാരം നിലനിർത്തി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ദുർഭരണമാണ് കേരള നാട്ടിൽ സമ്മാനിക്കുന്നത്. അതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന, അതിന്റെ ഇരയാകുന്നവരിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സാധാരണ കൃഷിക്കാരും തൊഴിലാളികളുമാണ്. A അമ്പുക്കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. K കൃഷ്ണൻ, KV ജനാർദ്ദനൻ, P കുഞ്ഞമ്പു, P റഹ്മാൻ, രവീന്ദ്രൻ മാണിയാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ SSLC+2 ഉന്നത വിജയികൾക്കുള്ള അവാർഡ് വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സർല പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ബാങ്കിലെ A ക്ലാസ് മെമ്പർമാരുടെ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും സ്റ്റുഡന്റ് സേവിംഗ് അക്കൗണ്ടുകളിൽ കൂടുതൽ തുക നിക്ഷേപിച്ച കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനദാനവും മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നുള്ള ഉപഹാര സമർപ്പണവും മഴക്കാല ജൈവ പച്ചക്കറി കൃഷി വ്യാപനത്തിന് സ്വയം സഹായ സംഘങ്ങൾക്കുള്ള പച്ചക്കറി വിത്ത് വിതരണ ഉദ്ഘാടനവും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി T തമ്പാൻ പദ്ധതി വിശദീകരണം നടത്തി. പ്രോത്സാഹന സമ്മാന വിതരണം സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ VP ഹാരിസ് നിർവഹിച്ചു. പച്ചക്കറി വിത്ത് വിതരണ ഉദ്ഘാടനം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശശിധരൻ നിർവഹിച്ചു. മൂലച്ചേരി നാരായണൻ, K സുരേന്ദ്രൻ, CI വത്സല, KP രമേശൻ, TM സതീശൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാതമംഗലം പാണപ്പുഴ റോഡിൽ മാത്തുവയൽ പാലത്തിന് സമീപം ഗർത്തം രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് ഗർത്തം രൂപപ്പെട്ടത്. വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന പ്രദേശമായതിനാൽ തന്നെ പ്രശ്നത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടുന്നതിനായി കുഴിയെടുത്ത പ്രദേശത്താണ് വൃത്താകൃതിയിൽ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. വൃത്താകൃതിയിൽ ഒരടിയോളം മണ്ണ് താഴ്ന്ന നിലയിലാണ്. കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് കൂട്ടിയിണക്കുന്നതിന് വേണ്ടിയാണ് പ്രദേശത്ത് രണ്ടാം തവണയും കുഴിയെടുത്തത്. പ്രവൃത്തി കഴിഞ്ഞ് മണ്ണിട്ട് മൂടിയെങ്കിലും 2 ദിവസങ്ങളിലായി തുടരുന്ന മഴയിൽ ഗർത്തം രൂപപ്പെടുകയായിരുന്നു. റോഡിലും പാതയോരത്തിലുമായാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് വാഹനങ്ങൾക്കെന്ന പോലെ കാൽനടയാത്രക്കാർക്കും ഭീഷണി സൃഷ്ടിക്കുകയാണ്. നാട്ടുകാർ ഇലയും കമ്പുമൊക്കെ പെറുക്കി പ്രദേശത്ത് സൂചന നൽകുന്നുണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ ഇതും പ്രായോഗികമല്ല. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഇത് വൻ ഭീഷണി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മൃഗസംരക്ഷണ വകുപ്പിന്റെയും ഒളവര സങ്കേത GUP സ്കൂൾ പൗൾട്രി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന മുട്ടക്കോഴി വളർത്തൽ പദ്ധതി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇപ്പോൾ സർക്കാർ 978 പഞ്ചായത്തുകളിൽ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും ഈ പദ്ധതി ഉണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂൾ. നമ്മുടെ പഞ്ചായത്തിൽ പദ്ധതി വന്നപ്പോൾ UP സ്കൂൾ എന്ന നിലയിൽ ഉളവര സങ്കേത UP സ്കൂൾ തന്നെ ആവട്ടെ എന്ന് കരുതി നമ്മൾ ഉളവര സ്കൂളിനെ തിരഞ്ഞെടുത്തത് ഞങ്ങൾക്കെല്ലാം തരാൻ വേണ്ടിയാണ്. 50 കുട്ടികൾക്ക് ഇത് ലഭിക്കും.
വിദ്യാർത്ഥികളിൽ ചെറിയ ക്ലാസ് തൊട്ടേ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പദ്ധതിയിൽ കാര്യക്ഷമതയോടെ പങ്കാളികളാകണമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പറഞ്ഞു. PTA പ്രസിഡന്റ് TV പ്രഭാകരൻ അധ്യക്ഷനായി. തൃക്കരിപ്പൂർ മൃഗാശുപത്രി വെറ്റിനറി സർജൻ ഡോക്ടർ ലക്ഷ്മണൻ, ഹെഡ് മാസ്റ്റർ വിജയൻ മാസ്റ്റർ, ഗോപി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഴയങ്ങാടി പട്ടണത്തിലെ കൂറ്റൻ പരസ്യ ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. പൊതുജനങ്ങൾക്കും ഭീഷണിയാകുന്ന ഇത്തരം ബോർഡുകൾ എടുത്തുമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഴയങ്ങാടി പട്ടണത്തിലെ മിക്ക കെട്ടിടങ്ങളുടെ മുകളിലും കൂറ്റൻ പരസ്യ ബോർഡുകൾ കാണാം. കാറ്റടിച്ചാൽ തകർന്ന് താഴേക്ക് വീഴാവുന്ന അവസ്ഥയിലാണ് മിക്ക ബോർഡുകളും. ഇവയിൽ ചിലത് ഹൈടെൻഷൻ വൈദ്യുതി കമ്പി കടന്നുപോകുന്ന പാതയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് ഏറെ ഭീതി ഉളവാക്കുന്നു. നേരത്തെ കാറ്റിൽ ബോർഡുകൾ ഇളകി വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും യാതൊരു കുലുക്കവുമില്ല അധികൃതർക്ക്. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഓടി നടക്കുന്നവർ ഇത്തരം പരസ്യ ബോർഡുകൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കോടികൾ ആസ്തിയുള്ള മുതലാളിമാരുടെ ബോർഡുകൾ നീക്കം ചെയ്യാൻ ധൈര്യമില്ലെന്നും ആക്ഷേപമുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന ബോർഡുകൾ മാറ്റാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പൊതുജന അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാത്തൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൂമിത്ര സേനയുടെ നേതൃത്വത്തിൽ വനവൽക്കരണം ആരംഭിച്ചു. പ്രിൻസിപ്പൽ K. സുരേന്ദ്രൻ വൃക്ഷത്തെ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ കടിഞ്ഞിയിൽ നാരായണൻ പുരസ്കാരത്തിന് എരമം വിജ്ഞാന ഗ്രന്ഥാലയം അർഹമായി. 10,000 രൂപയുടെ പുസ്തകങ്ങളും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജൂലൈ 25-ന് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. 1954 പരിമിതമായ സൗകര്യവും നാമമാത്രമായ പുസ്തകങ്ങളുമായി സ്ഥാപിച്ച ഗ്രന്ഥാലയം ഇന്ന് A ഗ്രേഡ് നിലവാരത്തിലാണ്. ബാലവേദി, വനിതാവേദി, യുവജനവേദി, വയോജനവേദി എന്നിവയും പ്രവർത്തിച്ചു വരുന്നു. റഫറൻസ് വിഭാഗവും സാക്ഷരതാ പ്രസ്ഥാനവും തുല്യതാ പരീക്ഷയും നടന്നുവരുന്നുണ്ട്. എരമം നിവാസികളുടെ സഹായ സഹകരണത്തോടെയാണ് ഗ്രന്ഥാലയം പ്രവർത്തിച്ചു വരുന്നത്. പുലരിപ്പൂക്കൾ കലാട്രൂപ്പ് ഗ്രന്ഥാലയത്തിൻ്റെ കീഴിൽ സജീവമായുണ്ട്. നാട്ടറിവ് ക്യാമ്പും, അറിവരങ്ങ്, മുഖാമുഖം, പഠനയാത്ര, ക്വിസ്, ജ്യോതിശാസ്ത്ര ക്ലാസ്, വിജ്ഞാനോത്സവം, പ്രഭാഷണങ്ങൾ, തെരുവുനാടക മത്സരങ്ങൾ, തയ്യൽ പരിശീലനം, യോഗ പരിശീലനം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളും ലൈബ്രറി സംഘടിപ്പിച്ചു വരുന്നു. ഇത്തരത്തിലുള്ള വിപുലമായ പരിപാടികൾ കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നതെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. വനിതാ ലൈബ്രറിയന്മാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ പുസ്തക വിതരണവും നടന്നുവരുന്നു. അഡ്വക്കേറ്റ് KP രമേശൻ പ്രസിഡന്റും CK ശശി സെക്രട്ടറിയുമായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. 10,000 രൂപയുടെ പുസ്തകങ്ങളും പാലായി ബാലൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയ പുരസ്കാരം ജൂലൈ 25-ന് രാവിലെ 10-ന് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ K. ബാലകൃഷ്ണൻ നമ്പ്യാർ ഗ്രന്ഥാലയം ഭാരവാഹികൾക്ക് സമ്മാനിക്കും. മാറ്റലി. നവമാധ്യമങ്ങളുടെ അമിത ഇടപെടൽ പുതുതലമുറയെ അപകടത്തിലാക്കുന്നുണ്ടോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഏതൊരു നാണയത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്നതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ കാര്യവും. ഒരുപാട് നല്ല ഗുണങ്ങൾ ഈ സോഷ്യൽ മീഡിയ നമുക്ക് തരുന്നുണ്ട്. സമൂഹത്തിലെ ഏതൊരു വ്യക്തിക്കും ഒരുപാട് നല്ല ഗുണങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന പോലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റില്ല. എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സോഷ്യൽ മീഡിയ വളരെ ഉപകാരങ്ങളാണ് ചെയ്യുന്നത്. അതിനാൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം എന്ന് മാത്രമാണ് ഉള്ള കാര്യം. ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്നില്ല. കാരണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. നമ്മുടെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തീർച്ചയായും ഇതിൽ നല്ലൊരു ശ്രദ്ധ പുലർത്തുന്നത് ഏറ്റവും ഗുണകരം ആയിരിക്കും. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയനെ കൊണ്ട് ഉപയോഗങ്ങളും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ സോഷ്യൽ മീഡിയ വളരെയധികം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ, ചെറിയ കുട്ടികൾ തന്നെ ജനിക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് വളരുന്നത്. ഇത് കാരണം അവർക്ക് ബുക്ക് വായിക്കുന്ന ശീലങ്ങളൊന്നും ഇല്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേയധികം ഉപയോഗങ്ങളുണ്ട്. നമുക്ക് എന്തെല്ലാം ഇൻഫോർമേഷൻ വേണോ അതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരിക്കലും അത് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. ഇത് നമ്മുടെ രാജ്യത്താകെ ഇന്നത്തെ പുരോഗമന രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നൊരു സംഭവം കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സംഭവങ്ങൾ. അത് പുരോഗതിക്ക് ഉപയോഗിക്കുന്നത് ദുര്യോപയോഗമായി പെടുമ്പോഴാണ് നമ്മൾക്ക് വളരെയധികം അപകട രീതിയിലേക്ക് കടന്നു പോകാൻ സാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗപ്രദമാണോ അതോ അത് ദുരുപയോഗം ചെയ്യുകയാണോ എന്നറിയുന്നത് ഓരോരുത്തരും എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. സാധാരണ ഒരു മനുഷ്യൻ അയാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അയാൾ ചെറുപ്പം മുതൽ കണ്ടിരുന്ന, പിന്നീട്
കണക്ഷൻ ഇല്ലാതായ പലരെയും അയാൾക്ക് ലഭിക്കുന്നു. അതായത് അതിലൂടെ അയാൾക്ക് പഴയ ഓർമ്മകളിലൂടെയും മറ്റും കടന്നു പോകാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. ഗുണവശങ്ങൾ ഒരുപാടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരുപാട് ഗുണവശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ അറിവും ആർജവും ഒക്കെ ഉയർത്തിക്കൊണ്ടുപോകാൻ സോഷ്യൽ മീഡിയ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ വിഭാഗം തന്നെ ഇതിനെ ദുരുപയോഗപ്പെടുത്തുകയും വളരെ മോശമായ രീതിയിലേക്ക് അത് നീക്കിക്കൊണ്ടുപോയി എന്നിലധികം വർഗീയതയും മതസ്പർദ്ധയും വളർത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി വളരെ നിഗൂഢമായി ചില ശക്തികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള യാതൊരു തർക്കമില്ല. ചെറിയ ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് നിരോധിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. നമ്മളെന്ത് പറയാൻ രാഷ്ട്രീയ പാർട്ടിക്കാരെ പറ്റിയിട്ടോ മറ്റൊന്നും നമ്മൾ പറയില്ല, നമ്മളത് കൈകാര്യം ചെയ്യുന്നില്ല. കുട്ടികളിത് ചെറിയ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി ഇത് 11-12 വയസ്സുള്ള കുട്ടികളെ കൈമിൽ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ നിരോധിക്കണമെന്നുള്ള അഭിപ്രായം മാത്രം. പല മേഖലയിലും നമ്മളിത് മാത്രമാണ് രാവിലെ കുട്ടികളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ പോകുന്ന മറ്റ് വിദ്യാർത്ഥികളെ കുറിച്ചിട്ടും ഒക്കെ ഇതാണ് പേപ്പറുകൾ രാവിലെ കണ്ടുവരുന്നത്. വണ്ടിക്ക് വീഴൽ, ബസ്സിന് തട്ടൽ, ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഇതിനെ കൊണ്ടുണ്ടാകുന്നുണ്ട്. അതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. നമ്മളതിനെക്കൊണ്ട് ദോഷമുണ്ട്, നല്ലതും ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെയധികം ദോഷമാണ് കാണിക്കുന്നത്. ചെറിയ കുട്ടികളിൽ ഇപ്പം 10-12 രൂപയിൽ 3G മറ്റേ മറിച്ചുള്ള മൊബൈലുകളാണ്. അപ്പോൾ അത് പഠിക്കേണ്ട കാര്യം ഇപ്പം കുട്ടികൾക്ക് ചിന്തയില്ല, പഠിക്കേണ്ട കാര്യമില്ല. എപ്പം നോക്കിയാലും നെറ്റ് ഫേസ്ബുക്ക് കളിക്കലും വാട്സപ്പ് കളിക്കലും മാത്രമേ കുട്ടികൾക്കൊരു ജോലി. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കെന്ന് പറഞ്ഞപ്പോൾ പല കുട്ടികളും സ്കൂളിൽ എത്തുന്നില്ല. അപ്പോൾ അധികൃതരോട് ചോദിക്കുമ്പോൾ പറയും കൃത്യമായി വരുന്നുണ്ടെന്ന്, ഹാജരുണ്ടെന്ന്. പക്ഷേ ഇല്ല, പല കുട്ടികളും ഉച്ചയാകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും അതിൽ കട്ട് ചെയ്ത് നെറ്റ് കളിക്കുകയും ചെയ്യുന്നു. പല ആൾക്കാർക്കും പല കുട്ടികളെ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ ഉദയം ചെയ്യുന്നു എന്നത് ഈ സമൂഹത്തിനോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരിചയപ്പെട്ടവർ തമ്മിൽ ഈ നാട്ടിനകത്ത് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ എതിരായി കൊണ്ട് തന്നെയാണ് യുവജനങ്ങൾ കൃത്യമായി ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ശരിയായി ഇടപെടണം. ആ ഇടപെടലിലൂടെ നമുക്ക് യുവജനങ്ങളെ ആകർഷിക്കാൻ കഴിയണം. നവമാധ്യമം വഹിക്കുന്ന പങ്ക് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അത്യാധുനിക രംഗത്തുള്ള എല്ലാ ഇടപെടലുകളും ഈ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ഈ നവമാധ്യമ രംഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈടെ ഏറ്റവും വലിയ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയും നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വസ്തുത മറച്ചു വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. എന്തായാലും ഈ നിലപാടിനെ അങ്ങേയറ്റം ശക്തിയോടുകൂടി നമുക്ക് എതിർക്കാൻ വേണ്ടി കഴിയണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി ഉപരോധിച്ചു. ഉപരോധ സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സിഐയും പെരുങ്ങോം പോലീസും സിപിഎമ്മിന്റെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നുവെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. മാധ്യമവാർത്ത തുണയായി. പുന്നച്ചേരി സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ വെള്ളക്കെട്ടിന് പരിഹാരം. സ്കൂളിന് മുൻപിൽ ഓവുചാൽ നിർമ്മിക്കാൻ KSTB അധികൃതർ നടപടി തുടങ്ങി. ഏരിയം തെന്നം പെരുമ്പടവ് റോഡിൽ ദുരിതയാത്ര തുടരുന്നു. അറ്റകുറ്റപ്പണി നടത്താൻ ഫണ്ട് അനുവദിച്ചിട്ടും പ്രവൃത്തി തുടങ്ങാൻ വൈകിയതാണ് തിരിച്ചടിയായത്. അനധികൃത പാർക്കിംഗും ഗതാഗതക്കുരുക്കും കാരണം തർക്കവും സംഘർഷവും പതിവായിരിക്കുന്ന തൃക്കരിപ്പൂർ ടൗണിലെ ട്രാഫിക് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ട്രാഫിക് പരിഷ്കരണം ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. സ്വർണ്ണവില 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതോടെ ജ്വല്ലറികളിൽ വൻ തിരക്ക്. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.